ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. നൊയമ്പിൻ്റെ 23-ാം ദിവസമായ ഇന്ന് ധ്യാനചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴിഞ്ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. നമ്മെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു വേദഭാഗമാണിത്. സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിലും വഴിയും ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്. അതിലൂടെ പോകുന്നവർക്ക് ലോകത്തിൻ്റെതായ ഒന്നും തൻ്റെ കൂടെ കൊണ്ടുപോകുവാൻ സാധ്യമല്ല. നമ്മുടെ പാപമാകട്ടെ, സ്വാർത്ഥതയാകട്ടെ, ഞാനെന്ന ഭാവമാകട്ടെ, വിഗ്രഹാരാധനയാകട്ടെ, ഇങ്ങനെ ഇതര മാർഗങ്ങളെല്ലാം നാം പുറത്തെറിഞ്ഞു കളയണമെന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. ഈ ഇടുക്കുവാതിലൂടെ പ്രവേശിക്കണമെങ്കിൽ മാനസാന്തരം, തന്നെ ത്യജിക്കാനുള്ള മനസ്സ്, ദൈവവഴിയിൽ നടക്കാനുള്ള താഴ്മ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ സ്വീകരിക്കാനുള്ള ഒരുക്കം എന്നിവ ആവശ്യമാണ്. ദൈവരാജ്യത്തിലേക്കുള്ള ഏകമാർഗം ഈ ഇടുക്കുവാതിലാണ്. ആ വാതിലും വഴിയും കർത്താവായ യേശുക്രിസ്തു ഒരുവൻ മാത്രമാണ്. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും രക്ഷയ്ക്കായി ഇല്ല എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ആടുകളുടെ വാതിലാകുന്നു എന്ന് ക്രിസ്തു പറഞ്ഞു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് ഇടുക്കമുള്ള ആ വാതിലിലൂടെ കടന്ന് ഞെരുക്കമുള്ള വഴിയെ സഞ്ചരിക്കാൻ ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നു. ക്രിസ്ത്യാനികളായ നാം യേശുവാകുന്ന ആ ഇടുക്കുവാതിലിലൂടെ കടന്നവരാണ്. ഒരുപക്ഷെ ഇന്ന് നാം കടന്നു പോകുന്നത് ഞെരുക്കത്തിൻ്റെതായ അനുഭവങ്ങളിലൂടെ ആയിരിക്കാം. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ക്രിസ്തു നമ്മോട് കൂടെയുള്ളതിനാൽ ഞെരുക്കമുള്ള വഴിയിലൂടെ കടന്ന് നിത്യജീവനിൽ നമുക്ക് പ്രവേശിക്കാം. എന്നാൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ചുരുക്കം ചിലർ മാത്രമാണ് ആ ഇടുക്കമുള്ള വഴിയിലൂടെ പ്രവേശിച്ച് ഞെരുക്കത്തിൻ്റെ വഴിയിൽ നടക്കുന്നത് എന്നാണ്. മറ്റൊരു വാതിലും വഴിയും നാം അവിടെ കാണുന്നു. വീതിയേറിയൊരു വാതിൽ, വഴി വിശാലവുമാണ്. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അനേകരും ആ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ്. പക്ഷെ അവരുടെ അവസാനം നിത്യനാശമാകുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇടുക്കുവാതിലും ഞെരുക്കമുള്ള വഴിയുമായ ക്രിസ്തുവിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ സാരമില്ല, ഞെരുക്കങ്ങൾ സാരമില്ല, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ സാരമില്ല. കാരണം ഞൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങൾ അത്യന്തം അനവധിയായ തേജസ്സിലേക്ക് നമ്മെ നയിക്കുന്നു എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. നമ്മിൽ ആരെങ്കിലും ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി വിട്ട് വിശാലതയിലൂടെ സഞ്ചരിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം മടങ്ങി വരണമെന്നുള്ളതാണ്, മാനസാന്തരപ്പെടണമെന്നുള്ളതാണ്, നമ്മെ തന്നെ യഥാസ്ഥാനപ്പെടുത്തണമെന്നുള്ളതാണ്. നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന, നമ്മെ സ്വീകരിക്കുന്ന ആ നല്ല പിതാവെങ്കിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആ ഞെരുക്കമുള്ള വഴിയിലൂടെ ക്രിസ്തുവിൻ്റെ കൈ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇതാണ് സുവിശേഷം. ഒരേ ഒരു വാതിൽ, അത് ക്രിസ്തുവാണ്. ഒരേ ഒരു വഴി, അതും ക്രിസ്തു തന്നെ. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് ഈ ഞെരുക്കമുള്ള വഴിയിലൂടെ നമുക്ക് നിത്യതയിൽ യാത്ര ചെയ്യാം. നമ്മെ രക്ഷിച്ച കർത്താവായ യേശു ക്രിസ്തുവിന് 1000 സ്തോത്രം അർപ്പിക്കാം. നാം കേട്ട വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.